തേവലക്കര സ്കൂളിൽ മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ നടപടിക്ക് ശുപാർശയില്ല. എന്നാൽ ലൈനിന് താഴെ ഷെഡ് നിർമ്മിച്ചതിൽ കെഎസ്ഇബി ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് കെഎസ്ഇബി ചീഫ് സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഉദ്യോഗസ്ഥരുടെ വ്യക്തിഗത വീഴ്ച കണ്ടെത്താൻ വിശദമായ അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സാരംഗ് സുധാകരൻ നൽകും കൂടുതൽ വിവരങ്ങൾ. സാരംഗ്, വിശദാംശങ്ങൾ. തീർച്ചയായും ഈ ഒരു തേവലക്കര സ്കൂളിലെ വൈദ്യുത അക്കാദമിയേറ്റ് മിഥുൻ മരിച്ച സംഭവത്തിൽ ഇപ്പോൾ കെഎസ്ഇബിയുടെ അന്വേഷണ റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ കെഎസ്ഇബിയുടെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടുണ്ട്, അതായത് അവരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചില്ല. പക്ഷേ ഈ ഷെഡ് നിർമ്മിച്ചത് കെഎസ്ഇബിയിൽ നിന്നും അനുമതി വാങ്ങാതെയാണ് എന്നാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു വീഴ്ച ശ്രദ്ധയിൽപ്പെട്ടിട്ടും അതിന് വേണ്ട കൃത്യമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല, അത് ഈ ഒരു ഷെഡിന്റെ ഒരു ഭാഗം പൊളിച്ച് ഈ ഒരു പോസ്റ്റ് സ്ഥാപിച്ചതിന് ശേഷം ലൈൻ കമ്പി സുരക്ഷിതമായ ഉയരത്തിലേക്ക് ഉയർത്താനുള്ള ഒരു നിർദ്ദേശം ഈ ഒരു സ്കൂൾ മാനേജറെ അറിയിച്ചിരുന്നു. പക്ഷേ സ്കൂൾ മാനേജ്മെന്റുമായി ചർച്ച ചെയ്തതിനു ശേഷം ഇത്തരത്തിൽ ഇതിലൊരു തീരുമാനം അറിയിക്കാമെന്നായിരുന്നു മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന പ്രതികരണം. പക്ഷേ അതിനു മുൻപ് തന്നെ ഇതിലൊരു തീരുമാനമാകുന്നതിന് മുൻപ് തന്നെ അപകടം സംഭവിക്കുകയും ഇതിന്റെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. അത്തരത്തിൽ ഈ ഒരു കാലതാമസം നേരിട്ടതാണ്. മാത്രമല്ല 8 വർഷത്തോളമായി ഈ ഒരു ഷെഡും മാത്രമല്ല ഈ ഒരു ലൈൻ കമ്പിയും ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തിയിട്ടും സ്കൂൾ മാനേജ്മെന്റും കെഎസ്ഇബിയുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞാൽ അതൊരു അവസാനം ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ എടുക്കുന്ന സാഹചര്യത്തിലേക്ക് അടക്കം നീങ്ങിയെങ്കിലും ഇതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടിക്ക് ശുപാർശയില്ല. കാരണം നിലവിലെ അല്ല ഈ ഇത്തരത്തിലുള്ള ഒരു ഈ കഴിഞ്ഞ വർഷം ഇത്രയും കാലയളവിൽ ഉണ്ടായിരുന്ന ഒരു അല്ല ഇപ്പൊ നിലവിൽ അവിടെ ഉള്ളത്. നിലവിലെ ആണ് ഈ ഒരു പുതിയൊരു പോസ്റ്റ് സ്ഥാപിച്ചതിന് ശേഷം ലൈൻ കമ്പി ഉയർത്തി കിട്ടുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം നൽകിയത്. അതുകൊണ്ട് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു നടപടിക്കൊക്കെ കൂടുതലുള്ള അന്വേഷണത്തിന് ശേഷമായിരിക്കും അതിന് ശുപാർശ ചെയ്യുക. നിലവിൽ ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതെങ്കിലും ഇതിലെ ഉദ്യോഗസ്ഥരെ പൂർണ്ണമായും വീഴ്ച സംഭവിച്ചു എന്ന് റിപ്പോർട്ടിൽ പറയുമ്പോൾ പോലും നടപടിക്ക് ശുപാർശയില്ലാത്തത് ആരുടെങ്കിലും ഇടപെടൽ മൂലമാണോ? എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല സാരംഗ്. ഇത്തരത്തിൽ ഈ നിലവിലുള്ള അല്ല ഈ ഒരു ഷെഡ് നിർമ്മിച്ച സമയത്തും ആ ഒരു കാലയളവിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ തരുന്ന വിശദീകരണം. അത്തരത്തിൽ ഒരു പഴിചാരൽ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇതിൽ കൂടുതൽ അന്വേഷണം വേണമെന്നാണ് ഈ ഒരു അന്വേഷണ റിപ്പോർട്ടിൽ ചീഫ് സുരക്ഷാ ഉദ്യോഗസ്ഥൻ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അതൊരു ഒഴിഞ്ഞുമാറ്റമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. കാരണം ഈ ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും ഇത് ഈ ഒരു ദയവായി തുടരുക. ഇപ്പോൾ വൈദ്യുതി മന്ത്രി തന്നെ നമുക്കൊപ്പം ചേരുന്നു. മിനിസ്റ്റർ, ഇപ്പോൾ ഈ കുഞ്ഞ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ നടപടിക്ക് ശുപാർശയില്ല എന്ന് പറയുന്നു. പക്ഷേ ലൈനിന് താഴെ ഷെഡ് നിർമ്മിച്ചതിൽ കെഎസ്ഇബി ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്നാണ് കെഎസ്ഇബിയുടെ തന്നെ ചീഫ് സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് മിനിസ്റ്റർ നടപടിക്ക് ശുപാർശ ഇല്ലാത്തത്? ഇല്ല, നടപടിക്ക് നടപടി അന്വേഷിച്ചിട്ട് ആരാ കുറ്റക്കാർ കണ്ട നടപടി എടുക്കാൻ ഇന്നലെ ചെയർമാനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, ഇന്നലത്തെ യോഗത്തില്. അപ്പോൾ ഈ സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ട് പരിഗണിക്കുന്നു എന്നാണോ? പരിഗണിക്കുന്നു. നടപടി ഉണ്ടാകും അല്ലേ? നടപടി ഉണ്ടാവും. യെസ്, ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും അല്ലേ മിനിസ്റ്റർ? അതെ, ആരാണ് കുറ്റക്കാരെ അവർക്കെതിരായ നടപടി ഉണ്ടാവും. അപ്പോൾ എന്തായാലും തെറ്റ് സമ്മതിക്കുകയാണ് എന്ന് മനസ്സിലാക്കാം. അതെ, നമ്മളുള്ളത് വസ്തുത ശരിയായിട്ട് പറയണല്ലോ. നിലവിൽ വന്ന റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് നിർദ്ദേശമില്ലല്ലോ മിനിസ്റ്റർ. നിലവിൽ വന്ന റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് സേഫ്റ്റി കമ്മീഷൻ സംഭവിച്ച അത് പോരാ എന്താണെന്നല്ല ചെയർമാനും ACS ഉണ്ടായിരുന്ന യോഗത്തില് ഞങ്ങളെല്ലാം ആ യോഗത്തിൽ വെച്ചിട്ട് പറഞ്ഞു. അത് അങ്ങനെ പറഞ്ഞാൽ പോരാ, ഇത് ഒരു നടപടി ഉണ്ടാകണമെന്ന് പറയുന്നത് കുറ്റക്കാരെങ്കിലും അവർക്കത് വിശദമായ ഒരു അന്വേഷണം ഉണ്ടാകുമല്ലോ അല്ലേ മിനിസ്റ്റർ? അതെ അതെ. ശരി, വളരെ നന്ദി. വൈദ്യുതി മന്ത്രിയാണ് നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും റിപ്പോർട്ടിൽ, അതായത് കെഎസ്ഇബി ചീഫ് സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമ്മളോട് വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി പറയുന്നത്. ഈ റിപ്പോർട്ട് പരിഗണിക്കുന്നില്ല എന്നുള്ള, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥരുടെ വ്യക്തിഗത വീഴ്ച കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ള റിപ്പോർട്ട് വരുമ്പോൾ പക്ഷെ അങ്ങനെയല്ല, ഈ നടപടി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ വൈദ്യുതി മന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായും ലൈനിന് താഴെ ഷെഡ് നിർമ്മിച്ചതിൽ കെഎസ്ഇബി ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്നാണ് കെഎസ്ഇബിയുടെ തന്നെ ചീഫ് സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചത്. ഈ ഉദ്യോഗസ്ഥരുടെ വ്യക്തിഗത വീഴ്ച കണ്ടെത്താൻ വിശദമായ അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ നടപടി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ വൈദ്യുതി മന്ത്രി ന്യൂസ് 18നോട് പ്രതികരിച്ചത്.
സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, മന്ത്രി തന്നെ നമ്മോട് പറയുന്നു അങ്ങനെയല്ല, ഇവിടെ നടപടി ഉണ്ടാകും. ഇന്നലെ നടന്ന യോഗത്തിൽ നടപടി ഉണ്ടാകണമെന്നുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയത്. ആരാണോ തെറ്റ് ചെയ്തത്, ആരാണോ വീഴ്ച സംഭവിച്ചത്, അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് മന്ത്രി ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. തീർച്ചയായും ഇന്നലെ തന്നെ വൈദ്യുതി മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഓൺലൈനായിട്ടൊരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലെ വിശദാംശമാണ് നമുക്കിപ്പോൾ വൈദ്യുതി മന്ത്രി പങ്കുവച്ചത്. അതായത് ഈ ഒരു തുടർച്ചയായി വരുന്ന സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ലൈൻ പൊട്ടി വീണും മറ്റും അപകടങ്ങളും ജീവൻ നഷ്ടമാവുന്ന സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥരെയും ചീഫ് സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ ഒരു യോഗം വൈദ്യുതി മന്ത്രി ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു വകുപ്പ് തല നടപടിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുകയാണ്. നമുക്കറിയാം, സ്കൂൾ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ടും മാത്രമല്ല മാനേജറെ പുറത്താക്കിയുമൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് കർശനമായ നടപടി, അതായത് അടുത്ത കാലത്തൊന്നും നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലേക്കുള്ള നടപടികളിലേക്കൊക്കെ കടന്നിരുന്നു. അപ്പോൾ KSEB ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കുന്നില്ല. ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും ഇത്രയും കാലതാമസം വന്നിട്ടും ഒരു കൃത്യമായ ഒരു റിപ്പോർട്ടോ കാര്യങ്ങളൊക്കെ കാലതാമസം നേരിടുന്ന തരത്തിലൊക്കെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നതും ആ ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ നടപടി ഇല്ല എന്നുള്ളൊരു ചൂണ്ടിക്കാട്ടലും ഉണ്ടായത്. അപ്പോഴാണ് ഈ ഒരു യോഗം ചേർന്നതും ഇപ്പോൾ വൈദ്യുതി മന്ത്രി തന്നെ നമ്മോട് പങ്കുവച്ചത് ഇത്തരത്തിലൊരു നടപടി എന്തായാലും ഉണ്ടാകും. കൂടുതൽ കൃത്യമായ ഒരു അന്വേഷണത്തിൽ മാത്രമേ ഈ ഒരു വ്യക്തിപരമായിട്ടുള്ള വീഴ്ചകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, വ്യക്തിഗത വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിനുശേഷമായിരിക്കും കൂടുതൽ നടപടിയിലേക്ക് കടക്കുക. കാരണം വിദ്യാഭ്യാസ വകുപ്പടക്കം കൃത്യമായ അന്വേഷണം, വിശദീകരണം എല്ലാം തേടിയതിനു ശേഷമായിരുന്നു ഇത്തരത്തിൽ പ്രധാനാധ്യാപികയും ഒപ്പം തന്നെ ഈ മാനേജറെയും മാനേജ്മെന്റിനെ പിരിച്ചുവിട്ട് സർക്കാർ ഈ ഭരണ സംവിധാനം ഏറ്റെടുക്കുകയും ചെയ്തത്. അതേപോലെ തന്നെ KSEBിയുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു നടപടി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഭവ്യ. ശരി, സാരംഗ് സുധാകരനാണ് വിശദ വിവരങ്ങൾ നൽകിയത്.